ഈ ഡബിൾ സൈഡ് ടേപ്പിന് ഇത്രയും പവർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഈ ഒരു കേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ. തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു വെച്ചാണ്. അവസാനം ഇങ്ങനെയാണ് അത് കയ്യിൽ. അപ്പോൾ ഇനി നമുക്ക് കഥയിലേക്ക് വരാം. നമ്മുടെ വാവയുടെ, അതായത് എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ 6th മന്തിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് ഒരു കേക്ക് വേണം. അപ്പോൾ ആ ഒരു കേക്ക് ഒരു മൂണിൻ്റെ തീമിൽ ചെയ്യാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. ഇൻസ്റ്റയിൽ കണ്ടൊരു ഡിസൈൻ തന്നെ ആയിരുന്നു. കേക്ക് എന്നൊക്കെ പറയുന്നെങ്കിലും കേക്ക് ചെയ്യാനുള്ള മടി കൊണ്ട് നമ്മളതങ്ങ് ഡമ്മിയിലേക്കൊക്കെ. അപ്പോൾ ഒരു റൗണ്ട് ഡമ്മി മേടിച്ചിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാട്ടോ ഞാൻ എടുത്തത്. ഈ ഒരു കേക്ക് പ്ലാൻ ചെയ്ത് 6 മന്ത് ഫോട്ടോഷൂട്ടിനാണെങ്കിലും അവനിപ്പോൾ 8 മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നേരത്തെ ഞാൻ ആ പറഞ്ഞ മടി, പിന്നെ കുറച്ച് തിരക്കുകൾ, പിന്നെ വാവയ്ക്ക് പനിയൊക്കെ വന്നു. അങ്ങനെ നീണ്ടു ദേ ഇവിടെ വരെ. ഇൻസ്റ്റയിൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അവരൊരു പാലറ്റ് നൈഫ് കൊണ്ടായിരുന്നു ഇതിങ്ങനെ ചെറുതായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തത്. പക്ഷേ എനിക്കതങ്ങോട്ട് പറ്റിയില്ല കേട്ടോ. ഞാനതങ്ങോട്ട് മാറ്റിയിട്ട് നമ്മുടെ ബ്രഷ് എടുത്തിട്ട് പിന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഏകദേശം ആ ഒരു ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ആളെ വെക്കേണ്ടിണ്ടായിരുന്നു, ഒരു ബഹിരാകാശ സഞ്ചാരി. ആളിപ്പം തന്നെ ഒരു ചന്ദ്രൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് കുട്ടി സ്റ്റാർസ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് കേക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി ലാസ്റ്റ് ഹാഫ് വേ ടു 1 എന്നുള്ള ഒരു ചെറിയ ഫ്ലാഗ് പോലെയും കൂടെ വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ വാവയെ കണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ നോറിസ്. അവൻ്റെ കേക്കായിരുന്നു കേട്ടോ ഇത്. ഇനി അടുത്തൊക്കെ കൊണ്ട് നിർത്തി കുറച്ച് വീഡിയോസ് ഫോട്ടോസും എടുത്തതേ ഉള്ളൂ. അതായത് വലിയ ഫോട്ടോഷൂട്ടൊന്നും ആയിരുന്നില്ല. എല്ലാം നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടില്ലേ. ആൾ നല്ല കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വായിലൊന്നും വെച്ചില്ല കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. തരാ.